ഹായ് ഡിയേഴ്സ്, നമുക്കൊരാളുടെ തീരുമാനങ്ങളെ, അവരുടെ ചിന്തകളെ അല്ലെങ്കിൽ അവരുടെ മൂഡിനെ ഇതെല്ലാം നമുക്ക് നിയന്ത്രിക്കാൻ കഴിഞ്ഞാലോ? ഞാനിന്ന് നിങ്ങളോട് പറയുന്നത് സൈക്കോളജിക്കൽ ഹാക്കാണ്. അതായത് നമുക്ക് മറ്റൊരാളുടെ ഡിസിഷനെയും തിങ്കിങ്ങിനെയും അവരുടെ മൂഡിനെയും നമുക്ക് നിയന്ത്രിക്കാൻ കഴിയും. അങ്ങനെയുള്ള 5 സൈക്കോളജിക്കൽ ഹാക്കാണ് ഞാനിന്ന് നിങ്ങളോട് പറയുന്നത്. അതിലാദ്യത്തേത് പവർ ഓഫ് സൈലൻസ് അഥവാ നിശബ്ദതയുടെ ശക്തി. ജസ്റ്റ് ഇമാജിൻ, നിങ്ങൾ ഒരാളുടെ മുന്നിലാണ് ഇരിക്കുന്നത്. അയാളുടെ കണ്ണുകളിൽ നോക്കി ഒരു സിമ്പിൾ ക്വസ്റ്റ്യൻ ചോദിക്കൂ. എന്നിട്ട് നിങ്ങൾ സൈലൻ്റായി ഇരിക്കുകയും വേണം. അവിടെ നോ സ്മൈൽ, നോ റിയാക്ഷൻ. കണ്ണുകൾ അപ്പോഴും നിങ്ങൾ അയാളുടെ കണ്ണിൽ നോക്കി തന്നെ ഇരിക്കണം. എന്നിട്ട് നിങ്ങൾ നിശബ്ദയായി ഇരുന്ന് അയാളുടെ മറുപടി കേൾക്കുന്നു. ആലോചിക്കൂ, ആ ഓപ്പോസിറ്റ് വ്യക്തിയുടെ മനസ്സിൽ എന്താണ് നടക്കുന്നതെന്ന്. സൈക്കോളജി പറയുന്നത് നിശബ്ദനായിരിക്കുന്നവരാണ് മറ്റൊരാളുടെ മനസ്സിൽ സംസാരിക്കുന്നത്. നിങ്ങളുടെ നിശബ്ദത മുന്നിലുള്ള ആൾക്ക് സംശയം തോന്നിപ്പിക്കാൻ തുടങ്ങും. കാരണം മനുഷ്യന് കൂടുതൽ ഭയം സൈലൻസിനോടാണ്. അത് നമ്മളിൽ ആൻസൈറ്റി ഉണ്ടാക്കും. ആ ശൂന്യതയിൽ സംസാരിക്കാൻ തുടങ്ങും. ഇവിടെ നിന്നാണ് നിങ്ങൾക്ക് മറ്റൊരാളെ നിയന്ത്രിക്കാൻ കഴിയുന്നത്. സങ്കൽപ്പിക്കൂ, നിങ്ങളൊരാൾക്ക് സംസാരിക്കാൻ അവസരം നൽകുന്നു. അയാൾ മറുപടി പറഞ്ഞ ഉടൻ നിങ്ങൾ 3 മുതൽ 5 സെക്കൻഡ് വരെ ഒന്നും സംസാരിക്കാതെ ചെറു പുഞ്ചിരിയോടെ ഇരിക്കുന്നു. അപ്പോഴും അയാളുടെ കണ്ണുകളിൽ തന്നെ നോക്കിയിരിക്കണം. ഓപ്പോസിറ്റ് വ്യക്തിയുടെ മനസ്സിൽ എന്തായിരിക്കും നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? അവർ ചിന്തിക്കും, ഞാൻ എന്തെങ്കിലും തെറ്റാണോ പറഞ്ഞത്, അല്ലെങ്കിൽ എൻ്റെ മറുപടി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലായിരിക്കും, അല്ലെങ്കിൽ കുറച്ചുകൂടി എക്സ്പ്ലനേഷൻ ചെയ്യണമായിരിക്കും എന്നൊക്കെ ആയിരിക്കും. ഇത് കാരണം ചിലപ്പോൾ ഓപ്പോസിറ്റ് വ്യക്തി നിങ്ങളോട് മറച്ചു വയ്ക്കുന്ന കാര്യങ്ങൾ പോലും പറഞ്ഞു പോകും, അവരറിയാതെ തന്നെ. എന്തെന്നാൽ സൈലൻസ് സൈക്കോളജിക്കൽ പ്രഷർ ഉണ്ടാക്കും. ഈ പ്രഷർ മുന്നിലുള്ള ആളെ ഇമോഷണലായി ഓപ്പണാക്കും. രണ്ടാമത്തത് നെയിം മാജിക്. അതായത് നിങ്ങളൊരാളെ ബ്രദർ, സിസ്റ്റർ, മാം, എക്സ്ക്യൂസ് മീ എന്നൊക്കെ വിളിക്കാതെ നിങ്ങൾ പേര് വിളിച്ച് സംസാരിക്കുകയാണെന്ന് കരുതുക. ആ നിമിഷം അവരുടെ മനസ്സ് ഉണരും. അവരുടെ മനസ്സിൽ ഓപ്പോസിറ്റ് വ്യക്തിക്ക് കൂടുതൽ പരിഗണന നൽകും. ഇത് എന്തെന്നാൽ പേര് ഒരു ഐഡൻറ്റിറ്റി മാത്രമല്ല, അതൊരു ഇമോഷണൽ ട്രിഗറാണ്. ഹാർവാർഡ് നടത്തിയ പഠനം പറയുന്നു, ആരെങ്കിലും നിങ്ങളെ പേര് വിളിക്കുമ്പോൾ നിങ്ങളുടെ തലച്ചോറിലെ സ്നേഹം, അംഗീകാരം, വാലിഡേഷൻ എന്നിവയുമായി ബന്ധപ്പെട്ട ഭാഗങ്ങൾ സജീവമാകുന്നു. ചിന്തിക്കൂ, നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ അവരുടെ പേര് കാഷ്വലായി പക്ഷേ റെസ്പെക്റ്റായി വീണ്ടും വീണ്ടും ഉപയോഗിക്കുകയാണെങ്കിൽ എന്ത് സംഭവിക്കും? മുന്നിലുള്ള ആൾക്ക് തോന്നും, ഈ വ്യക്തിക്ക് എന്നെ ശരിക്കും അറിയാൻ ആഗ്രഹമുണ്ട് എന്നാകും. അവിടെ നിന്ന് കണക്ഷൻ ആരംഭിക്കും. അതായത് അവരുടെ നിയന്ത്രണം നിങ്ങളുടെ കയ്യിലേക്ക് വരും. ഞാനൊരു ഉദാഹരണം പറയാം. നിങ്ങൾ മുരളി എന്നൊരാളോട് സംസാരിക്കുന്നു. 2 വഴികളാണ് നിങ്ങൾക്ക് സംസാരിക്കാനുള്ളത്. ഒന്നാമത്തത്, നിങ്ങൾക്കത് ചെയ്യാൻ കഴിയുമെന്ന് ഞാൻ കരുതുന്നു. രണ്ടാമത്തത്, മുരളി, നിനക്കിത് ചെയ്യാൻ കഴിയുമെന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസമുണ്ട്. ഈ 2 രീതിയിലെ സംസാരത്തിൽ കൂടുതൽ കണക്ഷൻ വരുന്നത് പേര് ചേർത്ത് വിളിച്ച സംസാരത്തിലാണ്. പേര് ചേർത്ത് സംസാരിക്കുമ്പോൾ ഓപ്പോസിറ്റ് വ്യക്തിക്ക് തികച്ചും വ്യക്തിപരവും ആ സന്ദേശം തൻ്റെ ഹൃദയത്തിലേക്ക് നേരെ എത്തുന്നതായും തോന്നും. കാരണം പേര് വിളിച്ച് നിർദ്ദേശം കൊടുക്കുമ്പോൾ നിങ്ങൾ അവരുടെ ഐഡൻറ്റിറ്റിയുമായി ബന്ധപ്പെടുകയാണ് ചെയ്യുന്നത്. മനുഷ്യന് ഒരു പ്രത്യേകതയുണ്ട്. അവൻ അവൻ്റെ ഐഡൻറ്റിറ്റിയെ വാലിഡേറ്റ് ചെയ്യുന്ന കാര്യങ്ങൾ മാത്രമേ ശ്രദ്ധിക്കൂ. പക്ഷേ ഓരോ 2 വരിയിലും പേര് ചേർത്ത് വിളിക്കുന്നത് കൃത്രിമമായി തോന്നും. അവിടെ ടൈമിംഗ്, ടോൺ, ഇൻറ്റൻഷൻ എന്നിവ കൃത്യമായിരിക്കണം. മൂന്നാമത്തത് മിസ്മാച്ച്ഡ് മിററിംഗ്. നിങ്ങൾ ഒരാളോട് സംസാരിക്കുമ്പോൾ നിങ്ങൾ 2 പേരും ഒരേ ബോഡി ലാംഗ്വേജിലേക്ക് മാറിയതായി എപ്പോഴെങ്കിലും തോന്നിയിട്ടുണ്ടോ? ഉദാഹരണം, ഒരാൾ കൈ ഉയർത്തുമ്പോൾ നിങ്ങളും അതുപോലെ ചെയ്യുന്നു. ഇതൊരു യാദൃച്ഛികമല്ല, ഇതാണ് മിററിംഗ്. അതായത് ഒരാൾ മുന്നിലുള്ള ആളുടെ ഭാവങ്ങൾ, ടോൺ, ബോഡി ലാംഗ്വേജ് എന്നിവ ഉപബോധ മനസ്സോടെ കോപ്പി ചെയ്യാൻ തുടങ്ങുകയാണ് ഇവിടെ നടക്കുന്നത്. ഇങ്ങനെ കണക്ഷൻ അതിവേഗം സ്ഥാപിക്കപ്പെടും. ചിന്തിക്കൂ, ഈ സ്വാഭാവിക പ്രവണതയെ അല്പം ഇൻറ്റൻഷനായി ഉപയോഗിക്കുകയാണെങ്കിലോ? അതുവഴി നമുക്ക് മറ്റൊരാളിൽ വേഗത്തിൽ ട്രസ്റ്റും കംഫർട്ടും ഉണ്ടാക്കാൻ സാധിക്കും. സാധാരണ മിററിംഗ് എല്ലാവരും ചെയ്യും. ഞാൻ പറയുന്നത് മിസ്മാച്ച്ഡ് മിററിംഗ് ആണ്. അതായത്
നിങ്ങൾ മുന്നിലുള്ള ആളുടെ ജസ്റ്റേഴ്സ് അതേപടി കോപ്പി ചെയ്യില്ല, മറിച്ച് അല്പം ഡിലേയോടും വേരിയേഷനോടുകൂടിയും ആകണം അത് ചെയ്യേണ്ടത്. ഉദാഹരണത്തിന്, മുന്നിലുള്ള ആൾ ചിരിച്ചുകൊണ്ട് തല അല്പം വലത്തേക്ക് ചായ്ക്കുകയാണെന്ന് കരുതുക. നിങ്ങൾ 1 സെക്കൻഡ് കഴിഞ്ഞ് ചെറിയ പുഞ്ചിരിയോടെ തല അല്പം ഇടത്തേക്ക് ചായ്ക്കുന്നു. ഇവിടെ ഒരേ എനർജിയാണ്, പക്ഷേ ഓപ്പോസിറ്റ് വ്യക്തിയുടെ അതേ മൂവല്ല നിങ്ങൾ ചെയ്യുന്നത്. ഇത് സൈക്കോളജിക്കൽ ഇല്യൂഷൻ സൃഷ്ടിക്കുന്നു. അങ്ങനെ അവർക്ക് തോന്നും നമ്മൾ വ്യത്യസ്തരാണ്, പക്ഷേ നമ്മൾ തമ്മിൽ എന്തോ വൈബുണ്ട്. ഈ രീതിയിൽ അവരെ തോന്നിപ്പിക്കും. ഓപ്പോസിറ്റ് വ്യക്തിക്ക് നിങ്ങൾ കണക്റ്റഡായി തോന്നും. ഇവിടെ നിന്ന് നിങ്ങളോട് ഓപ്പോസിറ്റ് വ്യക്തിക്ക് ഉപബോധ മനസ്സിൽ നിന്നും ട്രസ്റ്റ് ഉണ്ടാകും. ഇനി നിങ്ങൾ ജസ്റ്റേഴ്സിനോടൊപ്പം സംസാര രീതിയും ടോണും നേരിയ രീതിയിൽ മാച്ച് ചെയ്യുകയാണെങ്കിലോ, അപ്പോൾ ഈ ട്രിക്ക് കൂടുതൽ ശക്തമാകും. അതായത് അവർ പതുക്കെയും സൗമ്യതയോടു കൂടിയാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ ടോണും അല്പം കുറയ്ക്കുക. ഇനി അവർ വേഗത്തിലും ഊർജ്ജസ്വലരുമായുമാണ് സംസാരിക്കുന്നതെങ്കിൽ നിങ്ങളുടെ എനർജിയും അതനുസരിച്ച് മാച്ച് ചെയ്യുക. ഇങ്ങനെ മുന്നിലുള്ള ആളുടെ ഉപബോധ മനസ്സിനെ നേരിട്ട് ട്രിഗർ ചെയ്യാൻ നിങ്ങൾക്ക് സാധിക്കും. അങ്ങനെ നിങ്ങൾ ഒന്നും പറയാതെ തന്നെ ഓപ്പോസിറ്റ് വ്യക്തിയുടെ മനസ്സും മൂഡും മാറ്റാൻ നിങ്ങൾക്ക് കഴിയും. ഇനി 4മത്തേത് കൺഫ്യൂഷൻ ടെക്നിക്കാണ്. നമ്മുടെ തലച്ചോർ ക്ഷീണിക്കുമ്പോൾ അത് ഏത് ക്വസ്റ്റ്യനും അതെ എന്ന് മാത്രമേ ഉത്തരം പറയൂ. നിങ്ങൾ ചിന്തിക്കൂ, ഒരാൾക്ക് അല്പം ഓവർലോഡ് തലച്ചോറിലുണ്ടായാൽ, അതായത് ഒരുപാട് പരസ്പര വിരുദ്ധമായ കാര്യങ്ങൾ ഒരുമിച്ച് കേൾക്കുക, അതുപോലെ ഒരു ചോദ്യം പല രീതിയിൽ വീണ്ടും വീണ്ടും ചോദിക്കുകയോ മറ്റും ചെയ്യുമ്പോൾ കേൾക്കുന്ന ആൾക്ക് ഒരുതരം കൺഫ്യൂഷൻ ഉണ്ടാകും. ഈ കൺഫ്യൂഷൻ വളരെ സൂക്ഷ്മവും ശക്തവുമായ ഒരു കൺട്രോൾ ടെക്നിക്കാണ്. തലച്ചോറ് വ്യക്തമായി ഇരിക്കുമ്പോൾ മാത്രമേ അതിന് വ്യക്തമായി ഇല്ല എന്ന് മറുപടി പറയാൻ കഴിയൂ. എന്നാൽ തലച്ചോറ് കൺഫ്യൂഷനിലായിരിക്കുമ്പോൾ അങ്ങനെ വ്യക്തമായി പറയാൻ കഴിയില്ല. ആ സമയം തലച്ചോർ കൺഫ്യൂഷനിൽ നിന്ന് പുറത്തേക്ക് കടക്കാൻ വേണ്ടി ഏത് ചോദ്യത്തിനും മറുപടി അതെ അല്ലെങ്കിൽ യെസ് എന്ന് പറയും. ഉദാഹരണത്തിന്, നിങ്ങൾ ഒരാളിൽ നിന്ന് കമ്മിറ്റ്മെൻറ്റോ ഉത്തരമോ ആഗ്രഹിക്കുന്നു എന്ന് കരുതുക. പക്ഷേ ആ വ്യക്തി അതിന് തയ്യാറല്ല, വീണ്ടും വീണ്ടും മാറ്റിവെക്കുന്നു. അപ്പോൾ നേരിട്ട് ചോദിക്കുന്നതിന് പകരം അവരുടെ ചിന്തകളെ അല്പം കോംപ്ലക്സ് ആക്കുക. അതായത് നിങ്ങൾ പറയുക, ഇത് നിങ്ങൾക്ക് അല്പം ബുദ്ധിമുട്ടായി തോന്നുന്നുണ്ടെന്ന് എനിക്കറിയാം, പക്ഷേ നിങ്ങൾ ഇത്തരം സാഹചര്യങ്ങളെ നന്നായി കൈകാര്യം ചെയ്തിട്ടുണ്ടല്ലോ അല്ലേ? ഈ സ്റ്റേറ്റ്മെൻറ്റ് 2 വിപരീത ആശയങ്ങൾ നൽകുന്നു. അതായത് ഒരു വശത്ത് ഭയം, മറുവശത്ത് പ്രോത്സാഹനം. ഇത് അവരുടെ തലച്ചോറിനെ പിളർത്തും. അവരുടെ തലച്ചോറിൻ്റെ ദിശാബോധം താൽക്കാലികമായി നഷ്ടപ്പെടും. അല്ലെങ്കിൽ ചോദ്യം വീണ്ടും വീണ്ടും റീഫ്രെയിം ചെയ്യുക. ആദ്യം ചോദിക്കുക, ഇത് ചെയ്യുന്നത് നിങ്ങൾക്ക് ശരിയാണെന്ന് തോന്നുന്നുണ്ടോ? കുറച്ച് കഴിഞ്ഞ് ചോദിക്കുക, നിങ്ങളുടെ ഏതെങ്കിലും സുഹൃത്ത് ഇത് ചോദിച്ചാൽ നിങ്ങൾ എന്ത് ഉപദേശം നൽകും? പിന്നീട് ചോദിക്കുക, ഇത് നിങ്ങളുടെ ഏതെങ്കിലും ഗോൾ നേടാൻ സഹായിക്കുമോ? ഒരേ ചോദ്യം, പക്ഷെ വ്യത്യസ്ത രീതിയിൽ പല തവണ. എല്ലാ തവണയും തലച്ചോറിന് അല്പം അധികം പ്രോസസ്സ് ചെയ്യേണ്ടി വരും. ഇത് തുടർച്ചയായി സംഭവിക്കുമ്പോൾ പതുക്കെ തലച്ചോറ് ക്ഷീണിക്കാൻ തുടങ്ങും. ആ ക്ഷീണത്തിൽ മനുഷ്യൻ ഓക്കെ അഥവാ യെസ് എന്ന് പറയും. പക്ഷേ ഈ യെസ് അഥവാ ഓക്കെ പറഞ്ഞത് കൺഫ്യൂഷനിൽ നിന്നാണ് വന്നത്. ഇതാണ് മറ്റൊരാളെ നിങ്ങളുടെ നിയന്ത്രണത്തിൽ കൊണ്ടുവരുന്ന നിമിഷം. ഈ ടെക്നിക്ക് നിങ്ങളാരും ദുരുപയോഗം ചെയ്യരുത്. അങ്ങനെ ദുരുപയോഗം ചെയ്താൽ അത് ദീർഘകാല ട്രസ്റ്റ് നശിപ്പിക്കാൻ കാരണമാകും. എപ്പോഴും ഈ രീതിയിലുള്ള ടെക്നിക്ക് മുന്നിലുള്ള ആളുടെ നന്മയും പരസ്പര പ്രയോജനവും ലക്ഷ്യം വച്ചുകൊണ്ട് മാത്രമേ ഉപയോഗിക്കാവൂ. ഇനി ചിന്തിക്കൂ, നിങ്ങളുടെ മുന്നിലുള്ള ആളുടെ മറഞ്ഞിരിക്കുന്ന ആഗ്രഹങ്ങളെ നേരിട്ടൊന്നും പറയാതെ തന്നെ സജീവമാക്കാൻ പഠിച്ചാലോ? അതാണ് അടുത്ത ടെക്നിക്ക്, അതായത് ഫ്യൂച്ചർ പേസിംഗ്. അതായത് ഈ ടെക്നിക്കിലൂടെ ഭാവി കാലത്തെ ഇന്നിലേക്ക് കൊണ്ടുവരാൻ പറ്റുന്ന മാന്ത്രികത, അതാണ് ഫ്യൂച്ചർ പേസിങ്ങിലൂടെ നടക്കുന്നത്. ചിന്തിക്കൂ,
നിങ്ങൾ ഒരാളോട് സംസാരിക്കുകയാണ്. പെട്ടെന്ന് നിങ്ങൾ അവർക്ക് ചില വാക്കുകൾ നൽകുന്നു. ഇത് മുൻകൂട്ടി നിശ്ചയിച്ച കാര്യങ്ങൾ പോലെ തോന്നും. നിങ്ങൾ പറയുന്നു, നിങ്ങളിത് ചെയ്യുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു എന്ന് നിങ്ങൾക്ക് തന്നെ തോന്നും. അല്ലെങ്കിൽ നിങ്ങൾ തീരുമാനമെടുക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൽ എത്രമാത്രം പോസിറ്റിവിറ്റി വരുമെന്ന് കാണാം. എന്താണ് ഇവിടെ സംഭവിക്കുന്നത്? നിങ്ങളിങ്ങനെ നിങ്ങളുടെ സുഹൃത്തിനോടോ ഓപ്പോസിറ്റ് വ്യക്തിയോടോ ഇങ്ങനെ പറയുമ്പോൾ അവിടെ എന്താണ് നടക്കുന്നതെന്ന് നിങ്ങൾക്കറിയാമോ? നിങ്ങൾ നേരിട്ട് ഒന്നും തന്നെ പറയുന്നില്ല, പക്ഷെ അവരുടെ മനസ്സിനെ നിങ്ങൾക്ക് ഭാവിയിലേക്ക് കൊണ്ടുപോകാൻ സാധിക്കുന്നു. അതായത് അവർ ആ പ്രവർത്തനം ചെയ്തതിൽ സന്തോഷമുള്ളവരാണ്. അതുകൊണ്ട് തന്നെ അവർ സ്വയം ആ ദിശയിലേക്ക് നീങ്ങാൻ തുടങ്ങും. അതായത് ഓപ്പോസിറ്റ് വ്യക്തിയുടെ ഉപബോധ മനസ്സിനെ നിങ്ങൾക്ക് റീഡയറക്റ്റ് ചെയ്യാൻ കഴിയും. അതായത് അവർ സ്വയം ആ ദിശയിൽ പ്രവർത്തിക്കാൻ തുടങ്ങും. കോൺഫിഡൻസ് ആദ്യമേ ഉണ്ട് എന്ന തോന്നൽ അവർക്കുണ്ടാകും. നിങ്ങൾ ഒരാളോട് നിങ്ങളിത് ചെയ്യുമ്പോൾ നിങ്ങൾക്ക് നല്ലത് തോന്നും എന്ന് പറയുമ്പോൾ അവരുടെ മനസ്സ് ആ സാഹചര്യം സങ്കല്പിക്കും. അവരുടെ മനസ്സ് ഒരു തവണ ആ സാഹചര്യം അനുഭവിച്ചു കഴിഞ്ഞാൽ അവരുടെ ശരീരം ആ ദിശയിലേക്ക് നീങ്ങും. ഇതൊരു സൈക്കോളജിക്കൽ മൊമെൻ്റമാണ്. അതായത് നമ്മളുടെ ഓപ്പോസിറ്റുള്ള വ്യക്തിയെ ബലപ്രയോഗിച്ചോ സമ്മർദ്ദം കൊണ്ടോ അല്ല കാര്യങ്ങൾ നാം ചെയ്യുന്നത്, മറിച്ച് സ്വാഭാവികമായി ആണ് അത് നടക്കുന്നത്. കാരണം എന്തെന്നാൽ അവരുടെ ഉപബോധ മനസ്സ് ഇത് ശരിയായ നടപടിയാണെന്ന് ഇതിനകം വിശ്വസിച്ച് കഴിയും. ഉദാഹരണം, നിങ്ങൾ ഒരാളോട് പറയുന്നത്, നീ ഈ ബിസിനസ് നടപ്പിലാക്കുമ്പോൾ ഏറ്റവും ബെസ്റ്റ് ഡിസിഷൻ ആയിരുന്നു എന്ന് നിനക്ക് തന്നെ എന്നെങ്കിലും തോന്നും. ഇത് അവരുടെ കോൺഫിഡൻസ് വർദ്ധിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. കോൺഫിഡൻസ് മാത്രമല്ല, അവരുടെ സക്സസ്സും വർദ്ധിപ്പിക്കുകയാണ് നിങ്ങൾ ചെയ്യുന്നത്. ഇത് കേൾക്കുന്ന ആ ആളുടെ ഭാവി അവർ ചിന്തിക്കാൻ തുടങ്ങും. ആ കേൾക്കുന്ന വ്യക്തി ചിന്തിച്ചതിന് ശേഷം മാത്രമേ പ്രവർത്തിക്കാൻ തുടങ്ങൂ. കാരണം അയാളുടെ മനസ്സ് ആ സക്സസ്സിനെ ഇതിനകം വിഷ്വലൈസ് ചെയ്ത് കഴിഞ്ഞു കാണും. ഇവിടെ ഫ്യൂച്ചർ പേസിംഗ് നടക്കുന്നു. അതായത് നിങ്ങൾ അവരെ നിങ്ങൾ ആഗ്രഹിക്കുന്ന വഴിയിൽ നടത്തി. ഇവിടെ നടക്കുന്നത് അവർ പ്രവർത്തിക്കുന്നത് തൻ്റെ സ്വന്തം ഇഷ്ടപ്രകാരമാണെന്ന് അവർക്ക് തന്നെ തോന്നും. ഇതൊരു തരം ഹിപ്നോട്ടിക് സജഷൻ പോലെയാണ്. ഇവിടെ മുന്നിലുള്ള ആൾക്ക് താനാണ് ഈ നടപടി നടത്തുന്നതെന്നും തോന്നും. യഥാർത്ഥത്തിൽ നിങ്ങളാണ് അവരെ അതിലേക്ക് നയിക്കുന്നത്. ഇതുപോലെയുള്ള കൂടുതൽ അറിവിലേക്കായി ചാനൽ ഫോളോ ചെയ്യുക. അതോടൊപ്പം നിങ്ങളുടെ സജഷൻസും കമൻറ്റുകളും താഴെ രേഖപ്പെടുത്തുക.